ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തിന്റെ ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും ലോകത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ 8% മൊത്ത ആഭ്യന്തര വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന പുരോഗതിയുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇൻഡിഗോ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന യാത്രാ നിരക്ക് തടയാൻ പരിധി നിശ്ചയിച്ച് വ്യോമയാന മന്ത്രാലയം. ഭീമമായ യാത്രാ നിരക്കുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്ക് ബാധകമല്ല. വിമാനയാത്രക്കാർക്കുള്ള റീഫണ്ടുകൾ കാലതാമസമില്ലാതെ നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. റീഫണ്ട് നടപടികൾ നാളെ രാത്രി 8 മണിയോടെ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്ന് റീഷെഡ്യൂളിംഗ് ചാർജുകൾ ഈടാക്കരുതെന്ന് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 50,93,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ ആകെ 99.93% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. 49 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ SIR പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്യൂമറേഷൻ ഫോമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച പരസ്യം അടുത്ത ദിവസം നൽകുമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഇതു സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP വിതരണം ചെയ്യുന്ന ലഘുലേഖയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ലഘുലേഖകൾ കണ്ടെത്തിയാൽ ഉടൻ നശിപ്പിക്കാനും നടപടിയെടുക്കാനും കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. BLOമാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ. കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ BLOയെ SIR വോട്ടർ പട്ടിക വിവരശേഖരണം നടത്തുന്നതിനിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇയാൾക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനുള്ള ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച 7128 പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവയാണ് നീക്കം ചെയ്തത്. ദേശീയപാത നിർമ്മാണത്തിനിടെ കൊല്ലം മൈലക്കാട് പ്രദേശത്ത് റോഡ് തകർന്ന അപകടത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊണ്ടതായി ജില്ലാ കളക്ടർ N ദേവിദാസ്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ കമ്പനി അധികൃതരുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ. കാഴ്ച പരിമിതർക്ക് വേണ്ടി കോതമംഗലം മെന്റർ അക്കാദമിയിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോതമംഗലം ശാഖയും ചേർന്നാണ് പരിപാടി നടത്തുക. കൺസെഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഇവിടെ സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 270 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്ക 13 ബോൾ ബാക്കി നിൽക്കെ എല്ലാവരും പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 39 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺ എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. അട്ടപ്പാടിയിൽ വനത്തിൽ കടുവാ സെൻസസിന് പോയ വനം വകുപ്പ് ജീവനക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. നെല്ലിപ്പതി സ്വദേശിയും ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റുമായ കാളിമുത്തുവാണ് മരിച്ചത്. സർവേക്കിടയിൽ കാട്ടാനയെ കണ്ട് ഓടിയതിനിടയിൽ കാളിമുത്തുവിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർപേഴ്സണാകും. സുവർണ ചകോരം നേടിയ ശ്രദ്ധേയമായ 11 സിനിമകൾ പ്രദർശിപ്പിക്കും. ഈ മാസം 12 മുതൽ 19 വരെയാണ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.